ഇവിടെ ബോബി ചെമ്മണ്ണൂര് ബോച്ചെ ചില പ്രശ്നങ്ങളിലൊക്കെ ആയിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച. ഹണി റോസുമായിട്ടുള്ള കഴിഞ്ഞ മാസം ഹണി റോസുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മളെല്ലാവരും TV ചാനലുകളൊക്കെ ഒത്തിരി കണ്ടു. അറസ്റ്റ് ചെയ്തു, ജയിലിലായിരുന്നു, അതൊക്കെ കേട്ടു. അവിടുന്ന് എന്തായാലും അദ്ദേഹം ഉരുണ്ട് എഴുന്നേറ്റ് പുതിയൊരു ന്യൂസുമായിട്ട് വന്നിരിക്കുകയാണ്. കുംഭമേള ഫെയിം മൊണാലിസ എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയെ അദ്ദേഹത്തിന്റെ ജുവലറി ഉദ്ഘാടനത്തിനായിട്ട് അദ്ദേഹം ഫ്ലൈറ്റിൽ തന്നെ കൊണ്ടുവന്നു. ഉദ്ഘാടനം നടത്തി, നല്ല ഗ്രാൻഡ് പ്രോഗ്രാം നടത്തി, വളരെ മാന്യമായിട്ട് തന്നെ നടത്തി. അദ്ദേഹത്തിനുണ്ടായ പേരുദോഷമൊക്കെ അദ്ദേഹം ലെവല് ചെയ്തു. കൈ കാശുണ്ടല്ലോ, അതുകൊണ്ട് അദ്ദേഹം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ പറ്റും. ഞാൻ ബോബി ചെമ്മണ്ണൂരിനെ കുറ്റം പറയാനല്ല വിളിക്കുന്നത്. ഞാൻ ആ മൊണാലിസ എന്ന് പറയുന്ന അല്ലെ മോനി അല്ലെ മോനാന്നോ അങ്ങനെ എന്തോ അതിന്റെ പേര്, ആ പെങ്കുച്ചിന്റെ ജാതകം ഞാൻ എഴുതുകയാണ്. അതിന്റെ ഭാവി എന്താണെന്ന്. ബോച്ചെ കാശ് കൊടുക്കത്തില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ബോച്ച വളരെ മാന്യമായിട്ട് അതിന് പ്രതിഫലം കൊടുക്കും. മാന്യമായ രീതിയിൽ പ്രൊഫഷണൽ വേ തന്നെ അതിന് വേണ്ട ആ പെണ്ണിന് വേണ്ട ആദരവ് കൊടുക്കും, യാതൊരു സംശയവുമില്ല. പക്ഷേ ഇതൊരു വലിയ ദുരന്തത്തിന്റെ തുടക്കമാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും എന്തേ പറയുന്നത്, ആ പെണ്ണിന്റെ ഭാഗ്യമല്ലേ, അവളവിടെ വെറുതെ രുദ്രാക്ഷം വിറ്റുകൊണ്ടിരുന്ന ഒരു പെണ്ണല്ലേ, സ്കൂളിൽ പോലും പോയിട്ടില്ല, അങ്ങനെ ഒരു പെണ്ണിനെ വിളിച്ച് തന്റെ കമ്പനിയുടെ ഉദ്ഘാടനത്തിനായിട്ടൊക്കെ വിളിച്ചു, ലക്ഷങ്ങൾ പ്രതിഫലം കൊടുക്കുന്നു, അതൊക്കെ അവളുടെ ഭാഗ്യമല്ലേ എന്നൊക്കെയായിരുന്നു നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചോളൂ. ഞാൻ നിങ്ങൾക്കെതിരായിട്ട് സംസാരിക്കാനല്ല വരുന്നത്. ഈ ഇൻഡസ്ട്രിയിൽ, ഈ ഫാഷൻ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ സിനിമ ഇൻഡസ്ട്രി, ഇതുപോലുള്ള ലൈം ലൈറ്റിൽ വരുന്ന പരസ്യം അതും ഇതൊക്കെ ഉണ്ടല്ലോ, ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. വളരെ വളരെ സൂക്ഷിച്ചിരുന്നില്ലെങ്കിൽ ശനിയും ചൊവ്വായും ഒക്കെ ഈ പെണ്ണെ കൊണ്ട് പോകും. പച്ച മലയാളത്തിലെ ചില പഴഞ്ചൊല്ല് പോലെയാണെങ്കിൽ ആ പെണ്ണെ അവരെ പട്ടിയും കൊണ്ടുപോകും. അവളൊരു വലിയൊരു അപകടത്തിലാണ് ഇപ്പോൾ. ഇനി വരുന്ന മാസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഏതോ ഒരു ന്യൂസിൽ കണ്ടു, ബോച്ചെ അവളെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിച്ചു എന്ന്. ആ ഉദ്ഘാടന ചടങ്ങ് കണ്ടപ്പം, അതിന്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ആരാണ്ടൊക്കെ വിളിച്ച് ട്രെയിനിങ് കൊടുത്തു, അത്യാവശ്യം ഡാൻസ് ചെയ്യാനൊക്കെ, മാന്യമായിട്ട് ഡാൻസ് ചെയ്യാനായിട്ട്, പിന്നെ മാന്യമായിട്ട് വസ്ത്രം ധരിക്കാനായിട്ട്. അല്പം നാഭിയൊക്കെ കാണിച്ചിട്ടുണ്ട്, എന്നാലും അത് അത്ര മാന്യമല്ലാത്തൊരു വസ്ത്രധാരണമൊന്നുമല്ല. പിന്നെ ബ്യൂട്ടീഷ്യൻ വന്ന് ആ പെങ്കുച്ചിന്റെ ഐശ്വര്യം ഉണ്ടായിരുന്നൊരു മുഖത്ത് എന്തൊക്കെയോ കോപ്രായങ്ങളൊക്കെ കാണിച്ചു വെച്ചു. ഈ ബ്രാൻഡ് അംബാസഡർ ആണെങ്കിൽ ഇനിയും ചില ഉദ്ഘാടനങ്ങൾക്കൊക്കെ ഈ പെണ്ണ് തന്നെ പോയി ചെയ്യുമായിരിക്കും. വീണ്ടും കുറച്ചുകൂടെ കാശ് കിട്ടുമായിരിക്കും. ആരൊക്കെ പറയുന്നത് കേട്ടു 15 ലക്ഷം എന്നൊക്കെ. ഇനി എത്ര ലക്ഷം ആയിക്കോട്ടെ, അല്ലെങ്കിൽ 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ അവളെ ബ്രാൻഡ് അംബാസഡറായിട്ട് നിയമിച്ചെന്ന് തന്നെ വെച്ചു. അതൊക്കെ അങ്ങനെ അങ്ങ് പോകും. എന്താണ് ദുരന്തത്തിന്റെ ആരംഭം? ഒന്നാമത്തെ കാര്യം, ഈ കുട്ടിക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇല്ല. സ്കൂളിൽ പോയിട്ടേ ഇല്ല. സ്വന്തം പേരെഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തന്നെ പപ്പയാണ്. എനിക്ക് തോന്നുന്നില്ല അവരെ കൊണ്ട് എഴുതാൻ സാധിക്കുമെന്ന്. 16 വയസ്സേ ഉള്ളൂ. ഈ പെൺകുച്ചിനെ ഈ ഫാഷൻ ഇൻഡസ്ട്രിയിലേക്ക് കയറ്റിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ, ഈ സിനിമാ ഫീൽഡിലേക്കും പരസ്യത്തിലേക്കും ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? കുറച്ച് കാശ് അങ്ങോട്ട് വരും. പിന്നെ ലേറ്റ് നൈറ്റ് പാർട്ടികളായി ഓരോരുത്തരും സ്പോൺസർ ചെയ്യും. ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് ഡിന്നർ കഴിക്കാവോ, ഞങ്ങളുടെ കല്യാണത്തിന് വരാവോ, അല്ലെങ്കിൽ ഞങ്ങളുടെ കല്യാണത്തുമായിട്ട് ബന്ധപ്പെട്ട മെഹന്തി ഫംഗ്ഷൻ ഉണ്ട്, അവിടെ വന്നിരിക്കാവോ എന്ന് വേണ്ട ഒരുപാട് ഇൻവിറ്റേഷൻസ് ഒക്കെ കിട്ടും. ഇതിനൊക്കെ കാശും കിട്ടും. ഇതെല്ലാം കൂടെ കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇവരുടെ മൊത്തത്തിലുള്ള ജീവിതചര്യകൾ തന്നെ അങ്ങ് മാറും. എന്ന് പറഞ്ഞാൽ, ഇത്രയും കാലവും വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു വില്ലേജിൽ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ അധ്വാനിച്ച് അതിൽ നിന്ന് കിട്ടുന്ന കാശുകൊണ്ട് ഭക്ഷണവും കഴിച്ച് ജീവിച്ചു വന്ന ഒരു പെങ്കൊച്ചടത്ത് അവൾ ഇങ്ങനെ ഒരു ലൈഫിലേക്ക് മാറിക്കഴിയുമ്പോഴേക്കും അവൾ ചെയ്തുകൊണ്ടിരുന്ന ജോലികളെല്ലാം ഉണ്ടല്ലോ, അതൊക്കെ അവൾക്ക് മറക്കേണ്ടി വരും. എന്നിട്ട് ഈ കൊറിയോഗ്രാഫർമാരോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫർമാരോ അല്ലെങ്കിൽ സംവിധായകരോ ഒക്കെ പറയുന്നത് കേട്ട് ഇവർക്ക് ഇനി തുള്ളാനേ നേരം കാണത്തുള്ളൂ. ഈ കുട്ടികളെങ്ങനെ കൊണ്ട് ചുടിയോറി മാന്തിക്കുക എന്ന് പറയുന്ന പരിപാടിയും ഇവന്മാരെല്ലാം കൂടി ചേർന്നങ്ങ് ചെയ്യും. രാത്രി 10 മണിക്കൊക്കെ ആയിരിക്കും ഇനി ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. 10 മണി കഴിഞ്ഞ് പിന്നെ ലേറ്റ് നൈറ്റ് പാർട്ടികൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. ഇതിന്റെയൊക്കെ ഇടയ്ക്ക് വീണ്ടും ശരീരത്തിന്റെ ആരോഗ്യം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സപ്ലിമെന്റ്സ് ഒക്കെ കഴിക്കേണ്ടി വരും. ഒരുപക്ഷെ ശരീരം കുറെ കൂടെ പെട്ടെന്ന് വളരും. ഇതൊക്കെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതല്ല ഇവിടുത്തെ പ്രധാന പ്രശ്നം. കുറച്ച് കാശ് ബാങ്കിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഇവൾക്ക് രക്ഷകർത്താക്കളുടെ എണ്ണം കൂടും. അവൾക്ക് മാനേജർമാരുണ്ടാവും, ഗോഡ് ഫാദർ ഉണ്ടാവും, ഗൈഡുകൾ ഉണ്ടാവും. ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഈ കൊച്ചു പെണ്ണിനെ താറുമാറാക്കും. ഈ വരുന്ന കാശൊക്കെ മാനേജ് ചെയ്യാൻ മാനേജർമാരൊക്കെ വേണ്ടേ? പിന്നെ അവളുടെ ഡേറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് അതിന് വേറൊരു മാനേജർ വേണ്ടേ? പിന്നെ അവളെ കൊണ്ടുപോകാനായിട്ട് അവിടെ ഇവിടെയൊക്കെ പല സിറ്റികളിലൊക്കെ ഫ്ലൈറ്റ് കയറ്റി കൊണ്ടുപോകാനൊക്കെ ആൾ വേണ്ടേ? ഇങ്ങനെ ഇവളുടെ ചുറ്റും കുറെ ആളുകളുടെ എണ്ണം ഇനി കൂടാൻ പോവുകയാണ്. വയസ്സ് 16 എന്നുള്ള കാര്യം മറക്കരുത്. അച്ഛനും അമ്മയ്ക്കും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒട്ടുമില്ലെന്നുള്ള കാര്യം പരസ്യ കമ്പനിക്കാർ കാശ് കൊടുക്കും. അവരൊരു പക്ഷേ 1 വർഷത്തേക്ക് അവളെ സ്പോൺസർ ചെയ്യും. ഇനിയാണ് അപകടത്തിന്റെ അടുത്ത സ്റ്റെപ്പ്. ഇവൾക്ക് ഇനി ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും, അൺസെക്യൂർഡ് ലോൺ. എന്തിന്? കാർ വാങ്ങിക്കാൻ, വീട് പണിയാനായിട്ട്, പിന്നെ വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിനോ അല്ലെങ്കിൽ കോടിക്കണക്കിനോ രൂപ ഇവർക്ക് ലോണായിട്ട് കിട്ടും. ഈ കയ്യിലേക്ക് വരുന്ന ലോണൊക്കെ ഉണ്ടല്ലോ, വേണ്ടെന്ന് വെക്കില്ല. ഇതൊരു മനുഷ്യ സഹജമായ ഒരു കാര്യമാണ്. അത് മാറില്ല. ഒരുപാട് സെലിബ്രിറ്റികൾ ഇതുപോലുള്ള ട്രാപ്പുകളിൽപ്പെട്ട് വീണുടഞ്ഞ് തകർന്നു പോയിട്ടുണ്ട്. ഇവളെ ലോണൊക്കെ മേടിച്ചു കൂട്ടും. പിന്നെ ഈ മാനേജർമാർക്കൊക്കെ ശമ്പളം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ 1-2 വർഷം കഴിയുമ്പോഴേക്കും ഇവരെയൊക്കെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയിട്ട് ഈ പെണ്ണിന് എക്സ്ട്രാ അവേഴ്സ്, കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വരും. അപ്പോഴേക്കും ഇവളുടെ ആ ഒരു ഗ്ലാമർ ഉണ്ടല്ലോ, അല്ലെ അവളുടെ ആ ഫെയിം, പെട്ടെന്നുണ്ടായ ഫെയിം അല്ലേ, അത് കുറച്ചൊന്ന് മങ്ങിക്കഴിയുമ്പം ഏതൊരു നായികയ്ക്കും പറ്റുന്നത് പോലെ അവൾ താഴോട്ടൊന്നിരിക്കും. പിന്നെ വരുമാനം കണ്ടെത്താനുള്ള ഒരു തത്രപ്പാടിലായിരിക്കും. പിന്നെ അങ്ങ് പാഞ്ഞു നടക്കാൻ തുടങ്ങും.
ഈ ഹണി റോസിന് പറ്റിയതൊക്കെ തന്നെയാണ്. എങ്ങനെയും കാശ് വേണം ഈ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. ലോൺ അടയ്ക്കണം, ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണം, ഇല്ലേ മറ്റുള്ളവരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും, പിന്നെ ചെയ്യുന്നതൊക്കെ യാന്ത്രികമായിരിക്കും. എവിടേക്കാണ് പോകുന്ന നമുക്ക് തന്നെ അറിയില്ലായിരിക്കും. അപ്പോഴാണ് ചില രക്ഷകർത്താക്കന്മാര്, ചില ഗൈഡുകള്, ചില മെന്റേഴ്സ് ഇവരൊക്കെ ഇതിന്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ തുടങ്ങും. ഞാൻ നിന്നെ രക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് വാഗ്ദാനങ്ങൾ കൊടുത്ത്, ചിലപ്പോൾ ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം എന്നൊരു വാഗ്ദാനം കൊടുത്ത്, ഞാൻ നിന്റെ ഭാവി നോക്കിക്കോളാം എന്നുള്ള വാഗ്ദാനം കൊടുത്ത്, പിന്നെ നമ്മൾ കേൾക്കാൻ പോകുന്നത് ദുരന്തകഥകളായിരിക്കും. ഇന്ന് ആ പെൺകുട്ടിയുടെ നിഷ്കളങ്കമായ ചിരി നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഏതാനും വർഷങ്ങൾക്കകം അവളുടെ കണ്ണീരൂടി നമ്മൾക്ക് കാണാനുള്ള അവസ്ഥ വരരുതേ എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞത് ജാതകമെന്നും. ബോച്ചയ്ക്ക് ഏതായാലും ജീവിതകാലം മുഴുവൻ പെണ്ണെ തെറ്റിപ്പറ്റാനൊന്നും പറ്റില്ലല്ലോ. ഈ സുന്ദരി മാറി മറ്റൊരു സുന്ദരിയെ കണ്ടു കഴിയുമ്പം ബോച്ചെ അവർക്ക് കാശ് കൊടുക്കും, ബോച്ചയുടെ ബിസിനസ് വലുതാക്കാൻ വേണ്ടിയിട്ട്. അത് അയാളുടെ കുറ്റമല്ല. അയാൾക്ക് അയാളുടെ ബിസിനസ് പിടിച്ചു നിർത്തണം, അയാളുടെ ബിസിനസ് വളരണം, അതിനുവേണ്ടിയുള്ള പ്രവർത്തികൾ അയാൾ ചെയ്യുള്ളൂ. പക്ഷെ മോന അല്ലെങ്കിൽ മൊനാലിസ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കാര്യം, അത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം. നമസ്തേ.